ഹായ് മക്കളെ, ജെസി സാറാണ്. എഡി സാറാണ്. സോ മക്കളെ, ഒന്നുമില്ല, ജസ്റ്റ് ചില കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. സോ എഡി സാറെ ഇപ്പൊ മക്കള് 8ാം ക്ലാസ്സിലേക്ക് എത്തുകയാണ്. ഇതുവരെ ഹൈസ്കൂളായിരുന്നു. സോ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വർഷം തന്നെയാണല്ലോ 8. 8ാം ക്ലാസ് എന്ന് പറയുമ്പോൾ ഹൈസ്കൂളിന്റെ തുടക്കം. അത് സാറ് ശരിക്കും ഈ 8ാം ക്ലാസ്സിന്റെ ഒരു ഇമ്പോർട്ടൻസ് സാറിന്റെ ഒരു അഭിപ്രായത്തിൽ എന്താണ്? അപ്പോൾ ഇവര് UP ക്ലാസ്സുകളിൽ ഇവർ പഠിക്കുന്നത് ഇപ്പം ബേസിക് സയൻസ് എന്ന് പറഞ്ഞിട്ടൊരു സയൻസ് പഠിക്കുന്നുണ്ട്, സോഷ്യൽ സയൻസ് പഠിക്കുന്നുണ്ട്, അല്ലെ, മാത്സ് പഠിക്കുന്നുണ്ട്. എന്നാൽ ഹൈസ്കൂളിലേക്ക് വരുമ്പോൾ ബേസിക് സയൻസ് തന്നെ 3 വിഷയങ്ങളായിട്ട് മാറുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഡിഫറൻസ് അതാണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിങ്ങനെ 3 വിഷയങ്ങളായിട്ടാണ് ഇവർ സയൻസ് പഠിക്കുന്നത്. അത് മാത്രമല്ല, ഇവരുടെ സ്കൂൾ ലൈഫിൽ എഴുതാവുന്ന ഏറ്റവും വലിയ സ്കോളർഷിപ്പ് എക്സാമുകളിൽ ഒന്നായിട്ടുള്ള NMMS എഴുതാൻ പോകുന്ന ഒരു അക്കാഡമിക് ഇയർ ആണ് 8ാം ക്ലാസ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഇനി അങ്ങോട്ടുള്ള എല്ലാ ക്ലാസ്സിന്റെയും ബേസ് എന്ന് പറയുന്നത് 8ാം ക്ലാസ് ആണ്. 8ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കുന്നതിന്റെ കണ്ടിന്യൂഷൻ ആണ് നിങ്ങൾക്ക് 9ലാണെങ്കിലും 10ലാണെങ്കിലും ഒക്കെ പഠിക്കാനുള്ളത്. അപ്പോൾ 8 കൃത്യമായിട്ട് പഠിക്കാത്ത ഒരു കുട്ടിയെ സംബന്ധിച്ച് 9ലേക്കൊക്കെ എത്തുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ ഈ 8ാം ക്ലാസ്സിനകത്ത് ഇപ്പോൾ കഴിഞ്ഞ വർഷമാണെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് മാറി. അതൊക്കെ ശരിക്കും ആക്ച്വലി എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടോ? ഇത് ടെക്സ്റ്റ് ബുക്ക് മാറിയ ശേഷം ടെക്സ്റ്റ് ബുക്ക് മാറിയതനുസരിച്ചിട്ട് കുറച്ചുകൂടെ ഇൻ ഡെപ്തിലാണ് നമ്മൾ സബ്ജക്റ്റുകളെ ഡീൽ ചെയ്യുന്നത്. അതായത് ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചതിനേക്കാൾ കുറച്ചുകൂടെ കട്ടി കൂടിയ കാര്യങ്ങളാണ് 8ാം ക്ലാസ് മുതൽ തന്നെ നമുക്ക് പഠിക്കാനുള്ളത്. പ്രത്യേകിച്ച് സോഷ്യൽ സയൻസ് ഒക്കെ സോഷ്യൽ സയൻസ് ഒക്കെ ഒരു 10ലുള്ളത് കയറി വന്നു. ഒന്നുകൂടെ ടഫ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ അത് മാത്രമല്ല, ഇവർ തെളിയിക്കാനുള്ള ചോദ്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങുന്നത് 8ാം ക്ലാസ്സിലാണ്, മാത്സിലേക്ക് വരുന്ന സമയത്ത്. അപ്പോൾ അതൊക്കെ എന്ന് പറയുന്നത് 9ാം ക്ലാസ്സിലാണെങ്കിലും 10ാം ക്ലാസ്സിലാണെങ്കിലും പരീക്ഷയിൽ നിരന്തരം ചോദിക്കുന്ന മോഡലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിൻ്റെയൊക്കെ ഒരു തുടക്കം എന്ന് പറയുന്നത് 8ലാണ്. ഈ വർഷത്തെ SSLC റിസൾട്ട് സാറുണ്ടല്ലോ, സാറിന് അറിയാലോ, അതിനകത്ത് സാർ ശരിക്കും അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? കാരണം ഈ മക്കളെ സംബന്ധിച്ചോളം 8ാം ക്ലാസ് ആണ്. സോ നല്ലൊരു പഠനം 8ൽ ആവശ്യമാണ്. അപ്പോൾ 10നെ കൂടി അവർ കൺസിഡർ ചെയ്യണമല്ലോ. തീർച്ചയായിട്ടും. അതായത് 10ാം ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് ഈ വർഷം വിജയ ശതമാനം കുറഞ്ഞു, A+കളുടെ എണ്ണം പകുതിയായിട്ട് കുറഞ്ഞു. ഈ ഒരു മാറ്റം നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. പരീക്ഷയൊക്കെ ടഫായി തുടങ്ങിയിട്ടുണ്ട്. ആ കണക്ക് 60,500ലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പല കുട്ടികളും വിചാരിക്കുന്ന ഒരു കാര്യം, ഇപ്പൊ 8ാം ക്ലാസ് അല്ല, ഇപ്പൊ കളിച്ച് നടന്നിട്ട് ഒരു 10ാം ക്ലാസ് ഒക്കെ എത്തട്ടെ എന്നിട്ട് പഠിച്ചു തുടങ്ങാന്ന് വിചാരിക്കും. അതെ, സത്യം. പക്ഷേ ഇത് അങ്ങനത്തെ പരിപാടിയല്ല. നിങ്ങളിപ്പോ ആലോചിച്ച് നോക്കുക, നിങ്ങൾക്കൊരു എന്താ പറയുന്നത്, ഒരു ആർമിയിലേക്കുള്ള സെലക്ഷൻ ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റ് നടക്കാൻ പോകുന്നത് ഒരു വർഷം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ആ ടെസ്റ്റിന്റെ തലേ ദിവസം പോയിട്ട് ഞാൻ ഗ്രൗണ്ടിൽ പോയിട്ട് ഒരു ഓടട്ടെ എന്ന് വിചാരിച്ചാൽ അങ്ങനെയല്ല. അത് നമ്മൾ ഇപ്പോഴേ തുടങ്ങുക, എന്നിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ 7ാം ക്ലാസ്സിൽ വരെ എഴുതിയിട്ടുള്ള പരീക്ഷകൾ നോക്കിക്കഴിഞ്ഞാൽ അത് ഗ്രേഡ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷയാണ്. പിന്നെ ആക്ടിവിറ്റിയാണ്, 7 ആക്ടിവിറ്റികളുള്ള ചോദ്യ പേപ്പറുകളാണ്. എന്നാൽ അതിന് പകരം മാർക്ക് ബേസ് ചെയ്തിട്ടുള്ള കുറച്ചുകൂടെ ട്വിസ്റ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനെയാണ് നമ്മൾ ഈ വർഷം നേരിടാൻ പോകുന്നത്. അപ്പോൾ അതിന് നമ്മൾ കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളൊരു ശീലം ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ ശീലങ്ങളാണ് നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കുക, അല്ലാതെ മോട്ടിവേഷണൽ വീഡിയോകളല്ല. അപ്പോൾ മക്കളെ, പറയാനുള്ളത് 8ാം ക്ലാസ് നിങ്ങൾക്കറിയാലോ, അത്രയും ഏറെ പ്രാധാന്യമുള്ളതാണ്. ഇനി എഴുതി ചോദിക്കട്ടെ, പല കുട്ടികൾക്കുള്ളൊരു പ്രശ്നം എന്താണെന്ന് അറിയോ? ട്യൂഷനും കാര്യങ്ങളൊക്കെ പോകണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ മറ്റ് പല സ്ഥലങ്ങളിലും ട്യൂഷൻ ഉണ്ടാവില്ല. കാരണം എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് SSLC-കാരെയും ഈ 9th-കാരെയാണ്. അപ്പോൾ അവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ബെറ്റർ സൊല്യൂഷൻ. 8ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച ഓൺലൈൻ ട്യൂഷൻ ബാച്ച് ആണ് സൈലത്തിന്റെ യോദ്ധ ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ യോദ്ധ ബാച്ചിലേക്ക് ഇവർ വരുന്ന സമയത്ത് അവർക്ക് നിരന്തരം ദിവസേനയുള്ള ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. ദിവസേനയുള്ള ക്ലാസ്സുകൾ എന്ന് പറയുമ്പോൾ ലൈവ് ക്ലാസ്സുകൾ തന്നെയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇൻഫിനിറ്റി ബാച്ച് ഉണ്ട്. നമുക്ക് 3 പ്ലാനാണ് വരുന്നത് ഈ വർഷം മുതൽ യോദ്ധ ബാച്ചിൽ 3 പ്ലാൻ ഉണ്ട്. ബേസ് പ്ലാനിലാണെങ്കിൽ നിങ്ങൾക്ക് നോട്ട്സും ലൈവും സ്ലൈഡും കിട്ടും, അല്ലേ? അതോടൊപ്പം നിങ്ങൾ ഇൻഫിനിറ്റി പ്ലാൻ എടുക്കുകയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഇനി അങ്ങോട്ട് നമ്മൾ തുടങ്ങാൻ പോകുന്ന എല്ലാ ബാച്ചുകളുടെയും ആക്സസ് നിങ്ങൾക്ക് ലഭിക്കും. അതായത് നമ്മൾ കുറച്ചുകൂടെ കഴിഞ്ഞാൽ യോദ്ധയുടെ 2nd ബാച്ച് തുടങ്ങിയിട്ട് ഫുൾ സിലബസ് വീണ്ടും പഠിപ്പിക്കും. തീർച്ചയായിട്ടും ആ സമയത്ത് ആ ക്ലാസ്സുകൾ മുഴുവൻ ഇവർക്ക് കിട്ടും. അത് കഴിഞ്ഞ് പരീക്ഷയോട് അടുപ്പിച്ച് നമ്മളൊരു എൻ ഗെയിം ബാച്ച് തുടങ്ങി. ആ എൻ ഗെയിം ബാച്ചും ഇവർക്ക് കിട്ടും. പിന്നെ നമ്മുടെ ഏറ്റവും യുണീക് ഫീച്ചർ എന്ന് പറയുന്നത് നമ്മുടെ പേൾ വീഡിയോസ് ആണ്. ആ പേൾ വീഡിയോസ് ഇവർക്ക് കിട്ടണമെങ്കിലും ഇവരെന്ത് ചെയ്യണം? ഇൻഫിനിറ്റി ബാച്ച്. ഇനി ഇൻഫിനിറ്റി പ്രോ ബാച്ച് ഉണ്ട്. ആ പ്രോ എന്ന് പറയുന്നത് ഭാവിയിൽ പ്രോ ആവാൻ ആഗ്രഹിക്കുന്ന, പ്രൊഫഷണൽ ആവാൻ ആഗ്രഹിക്കുന്ന, ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച സ്ഥാപനങ്ങളിൽ ഭാവിയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം ഒരു 10, 20, 22 വയസ്സാകുമ്പോഴേക്കും ഒരു ലക്ഷക്കണക്കിന് രൂപ ശമ്പളമുള്ള ജോലികളിലേക്ക് എത്താനാണ്. IIT-ലൊക്കെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ജോലി എന്ന് പറയുന്നത് ഒരു 2 കോടി മുതൽ അല്ലെങ്കിൽ 1 കോടി മുതൽ 4 കോടി വരെയൊക്കെ വാർഷിക വരുമാനമുള്ള ജോലിയാണ് ലഭിക്കാൻ പോകുന്നത്. അത്തരം ജോലികളിലേക്ക് എത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അത്തരം സ്ഥാപനങ്ങളിലേക്ക് കയറി ചെല്ലാൻ ഇവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ യോദ്ധ ഇൻഫിനിറ്റി
പ്രോ എന്ന് പറയുന്ന ബാച്ച്. അതിൽ നമ്മുടെ ഫാൽക്കൺ ബാച്ചിലെ ക്ലാസ്സുകൾ കൂടെ, അതായത് ഫൗണ്ടേഷൻ പ്രോഗ്രാമിന്റെ ക്ലാസ്സുകൾ കൂടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട്. പിന്നെ അത് കൂടാതെ നമ്മുടെ അഡ്മിഷൻ എടുത്തിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ അവർക്ക് വീണ്ടും പൈസ ഉണ്ടാക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അല്ലേ? അതായത് നിങ്ങൾക്ക് യോധ ബാച്ചിൽ ജോയിൻ ചെയ്ത കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ NMMSന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളെല്ലാം തന്നെ സൗജന്യമായിട്ട് തന്നെ ലഭിക്കുന്നതായിരിക്കും. ഏറ്റവും ഗംഭീരമായിട്ട് നമ്മൾ ഈ ഒരു അക്കാഡമിക് ഇയറിൽ കേരളത്തിലെ ഏറ്റവും മികച്ച ഫാക്കൽറ്റീസിന്റെ കൂടെ പഠിച്ചുകൊണ്ട് നമ്മൾ NMMS നേടും. അങ്ങനെ NMMS നേടുമ്പോൾ നിങ്ങളെ കാത്തിരിക്കുന്നത് 48,000 രൂപയുടെ സ്കോളർഷിപ്പാണ്. സോ അതുകൊണ്ട് പറയാനുള്ളത് മക്കളെ, സമയം വൈകിപ്പിക്കരുത്, നേരത്തെ തുടങ്ങുക. അല്ലേ? തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഗംഭീരമായിട്ട് നമുക്ക് പഠിക്കേണ്ടതുണ്ട്, അതിൽ ഒരു കോംപ്രമൈസും ഇല്ല. അല്ലാതെ ദിവസവും നിങ്ങൾ മണിക്കൂറുകൾ പഠിക്കണം എന്നല്ല ഞങ്ങൾ പറയുന്നത്. കുറച്ച് സമയം കൺസിസ്റ്റന്റ് ആയിട്ട് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ അടിപൊളി റിസൾട്ടുകൾ നേടിയെടുക്കാൻ സാധിക്കും. അതെ. അപ്പോൾ താഴെ കാണുന്ന നമ്പറിലെ 9995 400 800 എന്ന് പറഞ്ഞ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടിപൊളിയാക്കി ഉഷാറാക്കുക. പൊളിക്കാം.